മനസാണേ നിന്നോളം ഇതു നേരാണേ മേലെ വാനിൽ നീളേ മേഘച്ചാന്തിൻ ചന്തം താഴെ ഈ മണ്ണും സുന്ദരം ഏതോ ജന്മപുണ്യം നമ്മെ ചേർത്തു ലോലം മാറോടണയ്പു സാദരം ഹൃദയങ്ങൾ കൈമാറും അഭിലാഷ സായുജ്യം ഇനിയെങ്ങും നിറയും സന്തോഷം ഇന്നോളം കരകാണ കുന്നോളം മനസാണേ നിന്നോളം ഇതു നേരാണേ നന്മഴക്കാലം പെയ്തിറങ്ങി കൺകുടക്കോണിൽ പൊന്മണികൾ അഞ്ജനരേഖ ചിത്രാനനം അനഘമോഹാങ്കണം പൂപ്പാടമാ വാനോളം താലോലം തീരാതോരത്തെ താരാജാലക്കൂട്ടം പോലെന്നും നമ്മൾ വാഴും ഈ ഗേഹം സുസുന്ദരം മേലെ വാനിൽ നീളേ മേഘച്ചാന്തിൻ ചന്തം താഴെ ഈ മണ്ണും സുന്ദരം മനസാണേ നിന്നോളം ഇതു നേരാണേ സോറി ഏട്ടാ കണ്ടില്ല വേണ്ടായിരുന്നു നല്ലതാ നീ ഒരെണ്ണം കഴിയടാ കാര്യം വേണ്ട എടാ ഈ വീട്ടിലെ അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട് അതല്ല ചോദിച്ചത് ഈ വീട്ടിനകത്തെ ആൾക്കാരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എടാ നിന്റെ അമ്മയും അച്ഛമ്മയും തമ്മിലുള്ള ബന്ധം നിന്റെ അമ്മയും ചേച്ചിമാരും തമ്മിലുള്ള ബന്ധം അവര് തമ്മിൽ സ്നേഹവും വഴക്കും ഒക്കെ എങ്ങനെ ഉണ്ടെന്നാ ഞാൻ ചോദിച്ചത് മധു ചേച്ചിയും കൃഷ്ണ ചേച്ചിയും നല്ല സ്നേഹത്തില് അല്ല അല്ല മധു ചേച്ചിയും കൃഷ്ണ ചേച്ചിയും ഭയങ്കര വഴക്കില്ലാട്ടോ ഏതെങ്കിലും ഒന്ന് പറ അത് രണ്ടാലും വഴക്കില്ല എന്താ കാര്യം എന്ത് അങ്ങനെ ചോദിച്ചറിയില്ല അമ്മയോ അച്ഛമ്മയോ ഒതുക്കാത്ത സ്നേഹത്തില്ല അവരാണല്ലോ എപ്പോഴും വഴക്ക് അവരെന്താ ഉള്ളിലൊക്കെ സംസാരിക്കുന്നുണ്ട് അവരെന്നെ പറ്റി വല്ലതും സംസാരിച്ച സീരിയസ് ആയിട്ട് പറയാ അച്ഛാ അമ്മ പറഞ്ഞു അച്ഛനോണ്ട് ഭയങ്കര സൗകര്യക്കേടാണ് എന്നിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഈ 2 കാലം കൊണ്ട് നല്ല ചൂടായ ചട്ടങ്ങൾ കൊണ്ട് കളിക്കല്ലേ വായി കുത്തിക്കറ്റി ഞാൻ ഇതെല്ലാം കൂടെ കുറങ്ങിന പോലെ ഉണ്ട് മാസ്റ്റർ കുറങ്ങൻ വേണ്ട ഞാനാണോ നീയാണോ അച്ഛൻ 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 തന്നെ അപ്പൊ അതനുസരിച്ച് സംസാരിച്ചാ മതി അച്ഛനോട് ഒരു കാര്യം പറയാണ്
എന്നതാ? അച്ഛാ അച്ഛനൊന്ന് നന്നായി കൂടെ? ഡേയ്, ഞാൻ നിന്റെ കുറച്ചു മുമ്പേ പറഞ്ഞു ഞാൻ അച്ഛനും നീ മകനുമാണെന്ന്. എന്റെ അച്ഛനാവാൻ നോക്കല്ലേ. ചുമ്മാ അല്ല അമ്മ ചവിട്ട് കൂട്ടും. അമ്മേ അമ്മ അറിഞ്ഞ നമ്മളെ ശാരദാമ്മയില്ലേ അവരെ വൃദ്ധസദനത്തിലാക്കി. അതെന്തിനാടി? ശാരദയുടെ മോനും മരുമോളും ഒക്കെ വീട്ടിലുണ്ടല്ലോ, പിന്നെന്തിനാ? ശാരദാമ്മയും മരുമോളും തമ്മിൽ മുട്ടനടിയാമ്മ അതുകൊണ്ടാക്കിയെന്നാ പറഞ്ഞത്. അല്ലെങ്കിലും ചില മരുമക്കൾ പെരട്ട സ്വഭാവം പിടിച്ചങ്ങളാ. ചില അമ്മായിയമ്മമാരും ഒട്ടും മോശമല്ല. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. എടി മക്കളെ, നീ എന്നെ അങ്ങനെ കൊണ്ടാക്കൂടി ഉള്ളിടത്തും. ചങ്ക് കൊള്ളുന്ന വർത്താനം പറയല്ല അമ്മേ, ഞാൻ അങ്ങനെ ചെയ്യുവോ? ഞാനൊരു തമാശ പറഞ്ഞത്. എൻ്റെ മരുമോളെ എനിക്ക് അറിഞ്ഞുകൂടെ? കഴിക്ക്. തീപ്പെട്ടി മരുമരുന്നും കൂടി ഒരുമിച്ചിരിക്കുകയാണോ? എന്തോ നടക്കാനുണ്ട്, അതായിരിക്കും. എല്ലാരും നിങ്ങളെ പോലെയല്ല, അടികൂടാൻ വേണ്ടിട്ട്. ആ എന്നിട്ട് ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ രണ്ടും കൂടി. നീ എന്നാടി ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരുവാണോ? അയ്യോ, ഞാൻ ആരെ മര്യാദ പഠിപ്പിക്കാൻ വന്നില്ല, ഞാൻ കാര്യം പറഞ്ഞില്ലേ. അങ്ങനെ കാര്യം പറയണ്ട. ഇങ്ങട് വാ. കോളിമ്പല്ലടിച്ചവിടാരോ. ഓ, ഞാൻ പോയി നോക്കിട്ട് വരാം. ആളാണ് ആരാ അടിച്ചാലും ചെവിട് കെട്ടിലുണ്ട്. ഇത് കഴിക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇങ്ങോട്ട് പറയക്കേ. ഞാനും പോയി നോക്കിട്ട് വരാം. ആ നീ പോയിട്ട് വാ. ചെവിക്ക് പതവായി. എന്ത് ചെയ്യണം? ആ മനോഹരനായിരുന്നാ? നമസ്കാരം ചേച്ചി. പിള്ളേർക്കൊക്കെ പറ്റിയ പുതിയ ഡ്രസ്സ് വല്ലതും നോക്കുന്ന? ഇപ്പൊ വേണ്ട മനോഹര, നല്ല കളക്ഷൻസ് ഉണ്ട്. ഓ, ഇതിനേക്കാളും പകുതി വിലയ്ക്ക് നമുക്ക് ഓൺലൈനിൽ കിട്ടും. എനിക്കൊന്നും വേണ്ട. അതൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഇത്രയും നല്ല ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പൈസ ഒന്നും ഇപ്പം തരണ്ട, പിന്നെ നോക്കാം നമുക്ക്. ഇത് കൊള്ളാലോ. മോളെ നോക്കി, ക്വാളിറ്റി നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാ. ഇപ്പം വന്നേ ഉള്ളു പുതിയ കളക്ഷൻസ്. വേറെ ഉണ്ട്, ഇതുണ്ട്. ആ ഇതൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. ഇത് കയ്യില്ലാത്തത് നോക്കട്ടെ. അതെ, ഇത് ഓൺലൈനിൽ പോലും വന്നിട്ടില്ല, ഇത് പുതിയ കളക്ഷനാ. ഓൺലൈനിലൊന്നും വന്നില്ല. ഓൺലൈനൊന്നും വന്നിട്ടില്ല, ഇത് പുതിയതാ. ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ. അല്ല, ഓൺലൈനിലൊക്കെ കാണുമായിരിക്കും. ഇപ്പം ജസ്റ്റ് വന്നിട്ടേ ഉള്ളു. എത്രയാ? ഇതിന് 445. 445? ആ അതെ അതെ. ഓൺലൈനിൽ 900 സംതിങ്ങാ. ആ പിന്നല്ലാതെ. ആ തുണി നോക്കട്ടെ, ഇത് പിടിച്ചേ. ഇതിനോ? പിന്നല്ല, ഇത് 100ന്റെ പോലെ തുണിയില്ല. ഈ കോളിൽ തന്നെ ഇങ്ങനെ വെച്ച് നോക്ക്. കണ്ടു നോക്കി, ലൈറ്റിലോട്ട് നോക്കി, കണ്ടോ? സൂര്യൻ്റെ ലൈറ്റിലും എത്രത്തോട്ട് നോക്ക്, അപ്പം അങ്ങ് അറിയാം അതിൻ്റെ ക്വാളിറ്റി. നല്ല കോട്ടനാ. നീ എന്താടാ കള്ളന്റെ കാര്യത്തിൽ ഇതുവരെ വിട്ടില്ലേ? ഇടി വെട്ടിച്ചത്തവൻ ഇനി വഴിക്കടിച്ച് കൊല്ലരുതേ. പാത്തും പതുങ്ങി വരുന്നോണ്ട് ചോദിച്ചതാ. കൺവട്ടത്ത് വരരുതെന്നാ ഉത്തരവ്. അവക്കിട്ട് 2 കൊടുത്തിട്ട് വരാനുള്ളതിന് അവനും ഇവിടെ കിടന്നിട്ട് സാറ്റ് കളിക്കുന്നു. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റി. ഞാനതിന് മാപ്പ് വഹിക്കാനും തയ്യാറാ. അവള് സമ്മതിക്കുന്നില്ലെന്നേ. ഞാൻ അവളോട് ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഈ മേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരണം. അമ്മയാണ് സത്യം, ഞാനാണ് സത്യം. ഞാൻ ഇനി ആവർത്തിക്കില്ല. സത്യമാണല്ലോ? സത്യം സത്യം സത്യം. എന്നാ ബാ നമുക്ക് ചോദിക്കാം. ചോദിക്കാടാ അവളോട്. ബാ. ഇതാര്? മനോഹരനോ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നാ? ആ, അമ്മയ്ക്ക് പറ്റിയ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, നേരെ നോക്കി. എന്താടാ?
നിനക്ക് വല്ലതും വേണമെങ്കിൽ എടുത്തു. സാരിയ അല്ല ചേട്ടാ, ചേട്ടന് പറ്റിയ ഷർട്ടുണ്ട് വണ്ടിക്കകത്താ. അയ്യോ വേണ്ട. എന്തോ ഇത്? എന്തുവാടി നോക്കേ, നിന്റെ ഈ വ്ളോഗും ക്ലീവും ഒന്നും കണ്ടോണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല. 100 കൂട്ടം പണി നിൽക്കുമ്പോഴാണ് വിളിച്ചോണ്ട് വരുന്നത്. ഇത് ബ്ലോഗ് ഒന്നല്ല. പിന്നെന്തോ? എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കൃഷ്ണ കണ്ണി കണ്ട ചെക്കന്മാർക്കൊക്കെ മെസ്സേജ് അയക്കണ്. ശല്യവന്മാര്. നീ അവരെ ബ്ലോക്ക് ചെയ്യ്. ഞാൻ ബ്ലോക്ക് ചെയ്തു, എന്നിട്ട് വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെ അയച്ചോണ്ടിരിക്കുക. അത് നീ എങ്ങനെ കണ്ടു? എന്റെ ഇൻസ്റ്റാഗ്രാമില് ഞാനില്ലാണ്ട് വല്ലവരും വന്ന് കാണും. നിനക്ക് താല്പര്യമുള്ളതുകൊണ്ടല്ലേ നീ എടുത്തു വെച്ച് നോക്കിയത്? താല്പര്യം മിണ്ടരുത് മിണ്ടരുത്. ഓരോ വേണ്ടാതിനെ കാണിച്ചിട്ട് എന്നെ വിളിച്ചോട്ടു സമയം കളയുന്നു. നീ കണ്ടോ കൃഷ്ണ അയക്കുന്നത്? എന്തോ ആടി ഇത്? ഇത്ര വളർന്ന് പോത്തിനെ പോലെ ആയാലോ. കാണാത്ത കാര്യങ്ങൾ മേലിൽ ആരുടെയും പേരിൽ ആരോപിക്കരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കേട്ടോ. സങ്കടമായി. നീ കൃഷ്ണ അത് ചെയ്തെന്ന് നിനക്ക് ഉറപ്പാണ്? അവളല്ലാണ്ട് പിന്നെ ആരാ ചെയ്യാ? ഇത് അവള് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാ. എന്നാ ഞാൻ കൃഷ്ണയോട് ചോദിക്കാം, ഇപ്പൊ ഹാപ്പി ആയോ? എന്നാ ഒന്ന് ചിരിച്ചേ. അങ്ങനല്ല, നിന്റെ മഞ്ഞപ്പല്ല് എല്ലാരും കാണും. അയ്യോടാ. ഓ, ഇതാണോ നീ പറഞ്ഞ പുതിയ സാരി? ഇതിപ്പോ ഇപ്പൊ വന്ന പുതിയ കളക്ഷൻ ആയത്. 5 വർഷം മുമ്പാ പുതിയ കളക്ഷൻ. ഇപ്പോഴും 18 വയസ്സാന്നാ വിചാരം. മനോഹര, ഏതായാലും ഇത് ഞാൻ എടുക്കാം. പക്ഷെ 1200 രൂപ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. 1400 രൂപ. 1400? എന്റെ അമ്മ ഇത് 500 രൂപയ്ക്ക് പോലും ഇല്ല. എന്തിനാ മനോഹര, നിന്നോട് നമ്മൾ എപ്പോഴും മേടിക്കുന്നതല്ലേ. ഇങ്ങനെ കണക്ക് പറഞ്ഞാലോ 1200 രൂപ ഫിക്സ്. എന്നാ ശരി, 1200 1200. എടി, നിനക്ക് ആ കളർ കൊള്ളത്തില്ല, ഒരു ചേരുമില്ല. ഞാനിലിടുന്നത്. ആര് പറഞ്ഞ അവക്ക് ചേരത്തില്ലെന്ന്? നമുക്കല്ല അടിപൊളിയായിരിക്കും അത്. എടാ അതെ, സീല് ബ്ലൗസ് ആടാ, അതിനകത്ത് കയ്യും കാലും ഒന്നുമില്ല. ഭയങ്കര ഗ്ലാമർ ആയിരിക്കും അത് ഇട്ട് കഴിഞ്ഞാ. എടി കൃഷ്ണമോളെ, പുഷ്പയുടെ ഈ ഒരു കളർ ടോൺ വെച്ചോണ്ടേ ഈ കളറെല്ലാം അടിപൊളിയായിട്ട് ചേരുമല്ലേ? പിന്നെ സൂപ്പർ ആയിരിക്കും അമ്മയ്ക്ക്. സൂപ്പർ ആയിരിക്കും അമ്മയ്ക്ക്. ആ, എനിക്ക് കൃഷ്ണമോളോട് ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താച്ചാ? വാന്തേ പറയാന്നേ. എടി അപ്പുണ്ണിയെ കൂടെ വിളിച്ചോണ്ട് വാ. വന്നേ. മനോഹര, എന്നാ നീ പൊക്കോ. ഇതിന്റെ പൈസ അടുത്താഴ്ച എടുക്കാം. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. എന്നാ പോട്ടെ. ഇങ്ങോട്ട് കാണിച്ചെടിയൊക്കെ ആ ഉടുപ്പ് അങ്ങോട്ട് കാണിച്ചെന്ന്. നിങ്ങളല്ലേ പറഞ്ഞു ഇതിന് കയ്യും കാലൊന്നും ഇല്ലാത്തതാന്ന്. ഞാൻ നോക്കട്ടെ. നല്ല കളറല്ലേ? എന്നിട്ട് പിന്നെ അമ്മ എന്തിനാ എനിക്കത് ആ കളർ ചേരുന്നില്ല എന്ന് പറഞ്ഞത്? ഇത് എനിക്ക് ചേരുന്ന കളറല്ലേ, നിനക്ക് ചേരൂല്ലെന്നാ പറഞ്ഞത്. അത് ഞാൻ അമ്മേനെക്കാട്ടിയും കളർ കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാ. ഓ, ഇത്തിരി കളർ കൂടിയെന്നും പറഞ്ഞോട്ട് ഇങ്ങോട്ട് പൊങ്ങാട്ടോ കേട്ടോ. ഇവിടെ വന്നേ, ഇടുതാ, എന്റെ കയ്യിലിരുന്നാ മതി. ഒന്നിനും കൊള്ളൂല. ആ, ഞാൻ ഇനി സ്ലീവ്ലെസ് എല്ലാം ഇട്ടിട്ടാ നടക്കാൻ പോകുന്നത്. ഇത്രയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ആ, ഈ സാരിയെല്ലാം ഉടുത്തിട്ട് ഒരു ഇതില്ല. ഈ വീട്ടിൽ നടക്കൂല അങ്ങനെ ഒന്നും ഇട്ട്. ഞാനിട്ട് നടക്കും. ആ, എനിക്ക് എന്താ ഇട്ട് നടക്കുന്നതിന്? മാറി. നീയാണോ അവളുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചത്? ഞാനല്ല മെസ്സേജ് അയച്ചത്. നീ അല്ലേടി മെസ്സേജ് അയച്ചത്? ചേച്ചി ഞാൻ നോക്കത്തില്ല, രണ്ടോ തന്നാണ്ടല്ലോ.
പിന്നെ എന്റെ കൈ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോകും. ദേ, ദേ, ദേ. പറ. ഒന്നും പറയാനില്ലേ? ഞാൻ നല്ല മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്നാ ഞാൻ ഒരു പണി ചെയ്യാം. എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലുണ്ടെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഞാൻ അവനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റൂ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഒരു ഗുണം കൂടെ ഉണ്ട്. എങ്ങനെ? തെറ്റ് ചെയ്തവൻ ആരായാലും അവനെ പൊക്കിയെടുത്ത് അകത്തിടാനും പറ്റും. എന്നാ നമുക്ക് ഈ കേസ് വിട്ടേക്കേ സൈബർ സെല്ല്. സത്യം പറയാലോ? അത് വേണ്ട, അത് വേണ്ട. എന്തിനാ കേസ് പിൻവലിക്കുന്നത്? അത് കൃഷ്ണ ചേച്ചീനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന കാണാൻ എനിക്ക് ശക്തിയില്ല. സത്യം പറ. നീയാണോടാ മെസ്സേജ് അയച്ചത്? പറയടാ. ഞാനാ. കേട്ടല്ലോ. ഞങ്ങളിവിടെ പട്ടീനെ പോലെ തല്ലുണ്ടാക്കിയപ്പോ നീ എന്തോ നോക്കിയിരിക്കുന്നടാ. എടീക്കടാ. എണീക്കടാ. നീ എന്തിനാ മെസ്സേജ് അയച്ചത്? അതെ, പുള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്ലോഗറാണ്, റെമോ രാം. അദ്ദേഹത്തിന്റെ എല്ലാ ലൈവ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാ. അടിപൊളിയാ. ഇനി മേലാൽ നീ അവന്റെ റീലോ വീഡിയോനെ കൊണ്ടോ കുട്ടും ചക്കാം. ദാ, ദാ. ഞാൻ കാണൂല. ചേച്ചി എന്താ പറയണേ? ഞാൻ അനുസരിക്കാം. ഇനി ഈ ചേച്ചിമാരുടെ മൊബൈൽ അവരുടെ അനുവാദം ഇല്ലാതെ നീ എടുത്തോ. നിന്റെ ചെയ്യിപ്പിച്ചത്. പുലിയം പിച്ചുകളയും. അത് പിടിച്ചു കളയണ്ട. ഭയങ്കര അനുസരണയുള്ള ഒരു മോൻ. ചേച്ചിക്ക് എന്നെ ആയിരുന്നല്ലോ ഭയങ്കര ഡൗട്ട്. സോറി ഡി മോൾ, അറിയാണ്ട് സംശയിച്ചു. ഈ ഒരു വായി നോക്കിയായിട്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചു. വെറുതെ പറഞ്ഞ. പോട്ടെ പോട്ടെ പോട്ടെ. ദാ ചക്ക, നീ കണ്ടല്ല, നീ കാരണം ഇവര് തമ്മിലുണ്ടായ വഴക്ക്. പ്രകാശേട്ടാ, ഓ, ഒന്നിങ്ങ് വന്നേ. ദാ വരുന്നു. എന്തൊരു അനുസരണ പാപ്പാടി പ്രകാശന്. നിന്റെ ഫോൺ എടുത്തോ. കുട്ടുണ്ടോ അവന്റെ നീക്ക്. ആരും അറിയാണ്ട് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്നിട്ട് എടാ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയപ്പോ നീ എന്താടാ ഒന്നും മിണ്ടാനേ? എന്നിട്ടാ ബ്ലോഗർ രമോ അവന്റെ വീഡിയോ ഉണ്ടല്ലോ. നിനക്ക് എന്റെ വീഡിയോ ഇരുന്ന് കണ്ടുകൂടാടാ? അതിനും പേര് ഞാൻ ഒന്നും കാണാത്തതാ. എന്നാ നീ ഒന്നും കാണരുത് കേട്ടാ. കൃഷ്ണ ചേച്ചി പറയണ പോലെ കഷ്ടിച്ചല്ലേ ഒരു 50-100 വ്യൂവേഴ്സ് ഇട്ടാ. അല്ല പറഞ്ഞതുള്ളതാ. ട്രെയിലില്ലേ? ഞാനൊക്കെ കണ്ടാലും ഒരു കാശൊക്കെ കിട്ടുള്ളൂ. നീ കണ്ടിട്ടുള്ള പൈസക്ക് വേണ്ട. എന്നാ ഒന്നും വേണ്ട. മാക്രോണി എനിക്ക് പിസ മതി. കാര്യം മാത്രമേ ഉള്ളൂ ചെക്കന്. എന്താ പുഷ്പേ? നല്ല തേനൊഴിച്ച നാരങ്ങ വെള്ളം. ആ, ഇന്നലത്തെ കെട്ടൊക്കെ അങ്ങ് മാറട്ടെ. അല്ല പ്രകാശേട്ടാ, എന്റെ സെലക്ഷനൊക്കെ അത്ര മോശമാണോ? എന്നാര് പറഞ്ഞു? ഒരിക്കലും മോശമല്ല. അല്ല, അമ്മ പറഞ്ഞല്ലോ എനിക്ക് ആ കളറ് ചേരത്തില്ല എന്ന്. എടി, അമ്മയ്ക്ക് കുശുമ്പാടി. നിനക്ക് എത്രയും കാലമായിട്ട് മനസ്സിലായി? സത്യം, മുഴു കുശുമ്പ. ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊരു 10 വയസ്സ് കുറവേ പറയുള്ളൂ. സത്യമായിട്ടും? ആ, എന്നാ നിങ്ങൾ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ട് വാ. ഞാൻ നല്ല ചിക്കൻ 65 ഉണ്ടാക്കി തരാം. ആണോ? ഞാൻ ഇപ്പൊ തന്നെ പോയി പെട്ടക്കുന്ന കോഴിയെ മേടിച്ചിട്ടില്ല. എടാ പ്രകാശ, നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാനിപ്പോ പരിഹരിച്ചില്ല. എനിക്കെന്താ പ്രശ്നമാ? ഞങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ല ഗുലാനല്ലേ, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ കോഴിയെ മേടിക്കാൻ പോവാ, ചിക്കൻ 65 ഉണ്ടാക്കാൻ പോവാ.
ടാറ്റാ ബൈ ബൈ. നിന്നെ ഞാൻ കാണിച്ചു തരാടി. ആ എന്നാ കാണിക്ക്. ഓ കോഴി അവൾക്ക് ഇറങ്ങുള്ളൂ. എടി എടി പറഞ്ഞ വാക്കിന് ഇച്ചിരിയെങ്കിലും വില വേണം. അതിന് ഞാനെന്താ ചെയ്തതമ്മേ? നീ പ്രകാശനെ മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞല്ലേ? ഓ നമ്മളെ വയക്ക് തീർന്നതാണോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? അവൻ വന്ന് കയ്യും കാലും കാണിച്ച് ഈ ഡ്രസ്സ് പുഷ്പയ്ക്ക് കൊള്ളാന്ന് പറഞ്ഞപ്പോ നീ അങ്ങ് മയങ്ങിയല്ലേ? ആ മയങ്ങി. അതിനെന്നാ? എന്റെ ഭർത്താവല്ലേ, വേറെ ആരുമല്ലല്ലോ. ഈ ഡ്രസ്സ് കയ്യില്ലാത്ത ഡ്രസ്സേ ഈ തറവാട്ടിൽ ആറ്റും ഇട്ടോണ്ട് നടക്കാറില്ല കേട്ടോ. എന്റെ നിങ്ങളെ മോള് സരിത അവൾ ഇട്ട് നടക്കുന്നുണ്ടല്ലോ. അവക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ടാ നല്ല ലുക്കാ, അതുകൊണ്ടാ. ആ അതേപോലെ എനിക്ക് ഇതിട്ട് കഴിഞ്ഞാൽ നല്ലോണം ചേരും. നിന്നെ ഇതിടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ സമ്മതായിരിക്കണം. ഡ്രസ്സിങ് ഉണ്ടമ്മേ. എങ്ങോട്ട് നീ ഇടണ്ട. അമ്മേന്റെ ഡ്രസ്സിങ് തരാനാ പറഞ്ഞ കീറിപ്പോവേ. നിങ്ങൾ സമ്മതം ഒറ്റ വേണ്ടത്. ഞാൻ ഇടും. കൈ പിടിച്ച് കടിക്കുവേ. ഡ്രസ് ഇതേ നിങ്ങളുടെ അമ്മയോട് ഇത് തിരിച്ചു കൊടുക്കാൻ പറ. എന്റെ അച്ഛമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചല്ലേ. എനിക്കിത് ഇഷ്ടമായില്ലെന്നേ. അച്ഛമ്മയല്ലേ ഇടണേ, അമ്മയല്ലേ ഇടണേ. പിന്നെ അച്ഛമ്മയ്ക്ക് കുഴപ്പം. ഇതേ എന്റെ വീടാ. ഈ വീട്ടിൽ ഇത് ഇട്ടോണ്ട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ വീട്ടിൽ ഇത് ഇടുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. നിങ്ങളെന്നെ പോയി തന്നു. ഞാൻ ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പിരാൻ കളിക്കാതാ. ഞാനൊന്ന് വെറുതെ പിടിച്ചതേ ഉള്ളൂ. സമാധാനമല്ല അച്ഛമ്മക്ക്. കൂടെ കൊണ്ടോടി. പിരാന്തികളും കൂടെ കൊണ്ടോ. അടിയിട്ടൊന്ന് വാ. ഇത് വേണം നീ എടുത്തു. എനിക്ക് ഇത് തയ്ച്ചടേ തളയാടുന്നു തയ്ച്ചിടുന്നു. അതെ ഞങ്ങളെ ഉപദേശിച്ച് നിങ്ങൾ ഇങ്ങനെ കിടന്ന് തല്ലിക്കുന്നതാണാവില്ലേ? നിന്റെ അച്ഛൻ എപ്പാടി നന്നാവല്? ഈ തുണിയൊക്കെ കീറ അച്ഛൻ എന്തി കാണിക്കണേ? നിന്റെ തള്ള ഇങ്ങനെ തുടങ്ങി എങ്ങനെ കുടുംബം മുന്നോട്ട് പോകും? അച്ഛമ്മല്ലേ ഡ്രസ്സൊക്കെ കയറിയത്? ഞാനൊന്ന് നോക്കിയതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എന്താ നോക്ക്, എന്താ ഇതിന്റെ അവസ്ഥ? എന്താണിത്? ഇത് കൊള്ളൂല്ലാത്തോണ്ടാ കീറിപ്പോയി. ഇത് തയ്ച്ചെങ്കി പാവാട വെക്കാൻ. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഡ്രസ് ഇട്ട് നടക്കുന്നതിന്റെ അസൂയല്ലേ, വേറെ ഒന്നല്ലല്ലോ. നിങ്ങളെ സരിത മാത്രം ഇട്ടാൽ മതി എന്നല്ലേ നിങ്ങളെ വിചാരം അല്ലേ? അയ്യോ കുറച്ചോണ്ട് വരുന്ന വരവ് കേട്ടോ. കുറച്ചോണ്ട് വരുന്നു. നിങ്ങൾ ചെയ്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നേ. വേറെ എന്താ നോക്കിയിട്ട് എന്താക്കി വെച്ചാ അതിന്റെ കോലം നോക്കിയേ. അതൊന്ന് തയ്ച്ച ഇടാന്നതേ ഉള്ളൂ. തയ്ച്ചിട്ട് നിങ്ങളെ ഞെടി ഇനി പാവാടയാക്കിട്ട്. ഇത് പാവാട തയ്ക്കാൻ നോക്കിയപ്പോഴേ അച്ഛമ്മ നശിപ്പിച്ച്. എന്റെ ബ്ലൗസിന്റെ തുണി അടിക്കും. എനിക്ക് ബ്ലൗസ് അടിക്കായതുകൊണ്ട് അതെ കിട്ടിയല്ലോ, ചുളൂര് കിട്ടിയല്ലോ ബ്ലൗസ് അടിക്കാൻ വേണ്ടിട്ട് അല്ലേ? പുതിയതായിട്ട് പറഞ്ഞതാ. പുതിയതായതിന്റെ പെഞ്ഞ പുതിയതായതുകൊണ്ടല്ലേ കയറിയോണ്ട് എനിക്ക് ഇത്ര സങ്കടമായത്. ദേഷ്യം പിടിപ്പിക്കല്ലേടി. എന്താണ് ചന്ത്? ഞാൻ എന്താ ആഗ്രഹിച്ചിട്ട് മേടിച്ചതായത്? ഒരാഗ്രഹം വേറെ ഇല്ലാത്ത പോലെ ഒരാഗ്രഹം. ഇത് കൊണ്ടോ പിന്നെ എന്റെ മുന്നിൽ എന്നെ കൊടന്നിടാൻ നിൽക്കണ്ട. കൈക്കൽ കൂടെ എടുത്തു അടുക്കളയിൽ, അതാ നല്ലത്. പോ. നിനക്ക് വട്ട് പിടിച്ചോടി.
കുപ്പിയിൽ കൊണ്ടുപോയി അവിടുന്ന്. ഓ ഇത്തിരി വെള്ളം കൊടുക്കാൻ ദേ ഇവിടെ വെള്ളം ഇരിപ്പുണ്ട്. എന്നാ മക്കളെ കുടിച്ചോ. കുടിക്കും. ഇതെങ്ങനെയാ എന്റെ കബഡിന്റെ ഉള്ളിൽ വെള്ളം കൊണ്ടുവച്ചത്? ഓ ഇനി അതിനായി. അല്ല എനിക്കറിയടി ഇതെന്താ സംഭവം എന്നാ? ഇതെന്താ സംഭവം? എടി ഇങ്ങോട്ട് നോക്കി. ഇതെന്താ സംഭവം? ഇതെങ്ങനെ ഈട വന്നത്? ഞാൻ വെച്ചിട്ടില്ല. ഇതെന്താ സംഭവം? ഇവിടെ എന്താ നിങ്ങൾ ഇതെന്നെ എന്തെങ്കിലും കലക്കി കൊണ്ടേച്ചതായിരിക്കും. ഞാൻ കുടിച്ച് ചാവട്ടെ വിചാരിച്ചിട്ട്. അമ്മയുടെ റൂമല്ലേ? ഞാൻ ഈ കുപ്പിയും വെള്ളം ഇവിടെ വെച്ചിട്ടില്ല. അമ്മ ഓർക്കാതെ വന്ന് ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ മറവി രോഗമൊന്നുമില്ല. എന്നാ അച്ഛനേക്ക് ആ ഞാൻ പറയുന്നത് പ്രകാശൻ എന്നോട് ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു മക്കളെ. ഞാൻ ഇച്ചിരി വെള്ളം ഇവിടെ കൊണ്ട് വെച്ചു. അത് അവൻ എടുത്ത് ഇവിടെ വെച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും കലക്കി വെച്ചാണോ നോക്ക്. അച്ഛനല്ലേ വെച്ചേക്കണേ. പറ്റാ വെറുതെ ഇനി ചാവണ ഞാനാ ചാവുന്ന ആദ്യം. അമ്മ ഇത് പാവാട ഉടുപ്പ് വെക്കാതെ ഇത് കൃഷ്ണ നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട. നിങ്ങൾ അച്ഛമ്മേനെ കൂട്ടിട്ട് പുറത്തേക്ക് പോടേ. പോവാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റുന്നില്ല. പോയ അമ്മ അവിടുന്ന്. ഞങ്ങള് പോട്ടെ. ഞങ്ങൾ പോവാ. ഇത് വേണോ? ഇതെന്റെ റൂമല്ലേ. ഞാൻ എന്തിനാ അങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്? ഞാൻ ഇവിടെ ഇരുന്നോളൂ. പോയിക്കേ. എന്തൊരു സാധനം. തളക്ക് തളന്റെ മോള് മാത്രം ഇട്ട് തന്നാ മതി. അത് ഈ വിളിച്ച് ഞാൻ ഇട്ടാൽ എന്താ ഇപ്പൊന്ന്